സമുദായ ശക്തി വിളിച്ചറിയിച്ച് നസ്രാണി മാപ്പിള സമുദായ യോഗം പകലോമറ്റം അർക്കദിയാക്കോൺ നഗറിൽ സംഘടിപ്പിക്കപ്പെട്ടു. 16-ാം നൂറ്റാണ്ടുവരെ മാർത്തോമാ നസ്രാണികളുടെ ഭരണ സ്ഥിരാകേന്ദ്രമായിരുന്ന പകലോമറ്റത്തെ അർക്കദിയാക്കന്മാരുടെ പുണ്യ ഖബറുകൾ പുരാതന കാലത്തെ പ്രാർത്ഥനാ മന്ത്രങ്ങൾ കൊണ്ട് വീണ്ടും അനുഗ്രഹീതമായി. മലയാള ഭാഷ ഇന്നത്തെ രീതിയിൽ രൂപപ്പെടുന്നതിന് മുൻപ് തന്നെ അർക്കദിയാക്കോന്മാരുടെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന റംശപ്രാർത്ഥന മാർത്തോമ പാരമ്പര്യമുള്ള നസ്രാണി സഭകളിലെ അഭിമന്യ മെത്രാന്മാരുടെ നേതൃത്വത്തിൽ അർപ്പിക്കപ്പെട്ടപ്പോൾ വേറിട്ട അനുഭവമായി. തുടർന്ന് മിശിഹാ മാർഗം ഇന്ത്യയിലെത്തിച്ച മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖ്രാന തിരുനാളിൽ മാർത്തോമാ ശ്ലീഹായെയും തുടർന്ന് മാർത്തോമാ മാർഗം സംരക്ഷിച്ച തദ്ദേശീയ അർക്കദിയാക്കോൻ അച്ഛന്മാരും പേർഷ്യയിൽ നിന്നുള്ള കൽദായ സുറിയാനി മെത്രാന്മാരും വൈദേശിക സ്വാധീനങ്ങളാൽ പല കൂറുകളായി മാറിയ നസ്രാണികളുടെ ഐക്യത്തിനു വേണ്ടി ധീര നടപടികളെടുത്ത മഹത് വ്യക്തിത്വങ്ങളുമാകുന്ന പിതാക്കന്മാരെയും ഓർത്തും ധ്യാനിച്ചും ഇന്നത്തെ തലമുറയിലേക്ക് എത്തിക്കുന്ന പിതാക്കന്മാരുടെ വഴിയെ എന്ന തീർത്ഥാടന പ്രദക്ഷിണം നടത്തി വിശ്വാസികൾ യോഗസ്ഥലത്തേക്ക് നീങ്ങി. പകലോമറ്റം കുടുംബയോഗത്തിന്റെ ആസ്ഥാന മന്ദിരത്തിൽ നടന്ന നസ്രാണി സമ്മേളനത്തിന് മെത്രാന്മാരും വൈദികരും വിശ്വാസികളും അടങ്ങുന്ന നസ്രാണി സഭകളുടെ പ്രതിനിധികളും മറ്റു സമുദായങ്ങളുടെ പ്രതിനിധികളും ചേർന്ന് 7 വിളക്കഥവ മെനോറയിലെ തിരികൾ തെളിച്ചു. അഭിവന്യ പിതാക്കന്മാരുടെ ആശീർവാദത്തോടെ ആരംഭിച്ച സമ്മേളനത്തിൽ കൽദായ സുറിയാനി സഭയുടെ തലവന്മാർ ഔഗേൻ കുര്യാക്കോസ് മെത്രാപ്പൊലിത്ത, മാർത്തോമാ സുറിയാനി സഭയുടെ റാന്നി ഭദ്രാസന അധ്യക്ഷൻ ജോസഫ് മാർ ബർണബാസ് മെത്രാപ്പൊലിത്ത, മലങ്കര സുറിയാനി കത്തോലിക്ക സഭ മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ ജോഷുവ മാർ ഇഗ്നാത്യൂസ് മെത്രാപ്പൊലിത്ത, CSI സഭ ബിഷപ്പ് ഉമ്മൻ ജോർജ് എന്നീ മെത്രാന്മാർ പങ്കെടുത്ത് സന്ദേശം നൽകി. സ്നേഹമില്ലായ്മ, സാക്ഷ്യത്തിന് കുറവ്, സുവിശേഷത്തിൻ്റെ ദർശനത്തിന് കുറവ്, ഇതെല്ലാം നമ്മെ ബാധിച്ചിരിക്കുന്നു. നമുക്കതിൽ നിന്നെല്ലാം സാധ കുടഞ്ഞ് എഴുന്നേൽക്കണം. നമ്മെ ഒന്നിപ്പിക്കുന്ന ദൈവശക്തിയിൽ ആശ്രയിച്ചു, ദൈവ അരൂപയിൽ വിശ്വസിച്ചു, കർത്താവുമായുള്ള ബന്ധത്തിൽ വളർന്നു സുവിശേഷത്തിന് സാക്ഷികളായിരിക്കണം. നമ്മൾ അപരിചിതരായിട്ട് ജീവിക്കുന്നു. നമ്മളൊരുപക്ഷെ പല വിശ്വാസങ്ങളിൽ നമ്മൾ മാറിപ്പോയിട്ടുണ്ട് എങ്കിലും നമ്മുടെയൊക്കെ വേരുകൾ തപ്പിപ്പോകുന്ന സമയത്ത് നമ്മുടെ പൂർവിക പിതാക്കന്മാരൊക്കെ ഒന്നായിരുന്നു എന്നുള്ള ഒരു നിത്യസത്യം വിളിച്ചു പറയുന്ന ഒരു വേദി കൂടിയാണ് ഇതുപോലെയുള്ള സംഗമങ്ങൾ. അതാണ് നമുക്ക് ഉള്ള ഊർജം നൽകുന്നത്. നമുക്കുള്ള ഊർജം നമ്മൾ ഒരുമിച്ച് നിന്നാലാണ്. ഓരോരുത്തർ സെപ്പറേറ്റായിട്ട് നിന്നതുകൊണ്ട് വലിയ ഊർജമൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ സ്വത്വബോധം ആഴമുള്ളതാകണമെങ്കിൽ നാം ചരിത്ര പഠനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം. സഭാകാര്യങ്ങളിൽ ആരോഗ്യപരമായ സംവാദങ്ങൾ ചരിത്രബോധത്തെ സജീവമാക്കിയിരുന്നു. സ്വത്വബോധവും ഐക്യചിന്തകളും വളർത്തിയെടുക്കുവാൻ ശരിയായ ചരിത്ര പഠനം ആവശ്യമാണ്. പൗരസ്ത്യ സഭകളുടെ അംഗങ്ങളായ നമുക്ക് ഈ രംഗത്ത് കൂടുതൽ സൃഷ്ടിപരവും ആരോഗ്യപരവുമായി ശ്രദ്ധ ചെലുത്തുവാൻ സാധിക്കും. നസ്രാണികൾ നസ്രായന് ആണിയടിക്കുന്നവരാകരുത്. യേശുവിൻ്റെ സ്നേഹം നമ്മൾ ലോകത്തിന് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മൾ പാപം ചെയ്ത് ദൈവവുമായിട്ടുള്ള ബന്ധം വിട്ട് വീണ്ടും ദൈവത്തെ ക്രൂശിക്കുന്നവരാകരുത് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സീറോ മലബാർ സഭയെ പ്രതിനിധീകരിച്ച പാലാ രൂപത വികാരി ജനറൽ മലയപ്പറമ്പിൽ ജോസഫ് അച്ഛൻ സമ്മേളനത്തിന് ആധ്യക്ഷം വഹിച്ചു. യാക്കോബായ സഭയെ പ്രതിനിധീകരിച്ച മുൻ വൈദിക ട്രസ്റ്റി സ്ലീബ പോൾ വട്ടവേലിൽ കോറെപ്പിസ്കോപ്പ ആശംസകൾ അർപ്പിച്ചു. സംവരണരഹിത സമുദായങ്ങൾക്ക് ഉപകരിക്കുന്ന സാമ്പത്തിക സംവരണത്തെ അനുകൂലിച്ച യോഗം 5 ഏക്കർ ഭൂമി 8 ലക്ഷം വാർഷിക വരുമാനം എന്ന മാനദണ്ഡം കേരളത്തിലും നടപ്പാക്കണം. സംവരണത്തിൽ ക്രൈസ്തവരിലെ അർഹരായ സമുദായങ്ങളെയും ഉൾപ്പെടുത്തണം. ക്രിസ്ത്യാനിയായതിന്റെ പേരിൽ ജാതിയുടെ സംവരണം നഷ്ടപ്പെട്ട ദളിത് ക്രൈസ്തവർക്ക് സംവരണാനുകൂല്യം എത്രയും വേഗം പുനഃസ്ഥാപിക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചു. മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്യേണ്ട JB കോശി കമ്മീഷൻ റിപ്പോർട്ട് വലിയ പ്രതീക്ഷ നൽകിയെങ്കിലും റിപ്പോർട്ട് പുറത്തുവിടാതെ ന്യൂനപക്ഷ വകുപ്പും മറ്റും രഹസ്യമായി കൈകാര്യം ചെയ്യുന്നത് സുരക്ഷിതമായും നിഷ്പക്ഷമായും ആകുമോ എന്നതിൽ ക്രൈസ്തവർക്കുള്ള ആശങ്ക യോഗം പ്രകടിപ്പിച്ചു. ഞായറാഴ്ചകളും ക്രൈസ്തവരുടെ പ്രാധാന്യമുള്ള പൊതു അവധി ദിവസങ്ങളും വിവിധ പരീക്ഷകൾക്കും മറ്റുമായി പ്രവൃത്തി ദിവസങ്ങളാക്കി മാറ്റിയെടുക്കുന്ന പ്രവണത കൂടി വരുന്നത് ഗൗരവത്തിൽ എടുക്കുന്നെന്ന് യോഗം വിലയിരുത്തി. വിവിധ മതങ്ങളുമായും സമുദായങ്ങളുമായും സാഹോദര്യത്തിൽ കഴിഞ്ഞു വന്നിരുന്ന സാഹചര്യങ്ങൾ മാറിവരുന്നത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഗൗരവമായ വിഷയമായി പരിഗണിക്കണമെന്ന് യോഗത്തിൽ അഭിപ്രായം ഉയർന്നു. സ്നേഹവിരുന്നോടെ സമാപിച്ച യോഗത്തിൽ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് നസ്രാണികൾ പങ്കെടുത്തു. ഷെക്കന ന്യൂസ്, കോട്ടയം.